ഹലോ ഓൾ, ഐ എം റസ്തം. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ആയിട്ട് ഒരാളുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഈശയാണ് എന്റെ മകനാണ്. കാരണം പലരും നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിനെ പറ്റി, കോഡിംഗ് കുട്ടികൾക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു CS50 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാനും ഈസയുമായി ഒരുമിച്ച് ചെയ്തിരുന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി നൈസ്, രസമുള്ളൊരു ഫസ്റ്റ് 0th വീക്ക്, നോട്ട് ഫസ്റ്റ് വീക്ക്, 0th വീക്ക് ആണ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. Then it comes to week 1. Hi, I am Rastam. I share my parenting journey here. Week 1 എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് Week 1 basically transitions you from scratch to C, and it goes through the basic code of writing hello world and printing it in the terminal, and it goes through on how you can translate the code from scratch to C on most of all the concepts like loops, etc. So yeah, that's what week 1 basically gives. And week 1 C, that one of the oldest and low level language you will be introduced into. So can you just skim through the video just to give a glimpse actually? The code I want to type, I want what we'll call curly braces, the sort of squiggles that you don't use often in English, at least in environments. Is it wasting? CS50 ഇപ്പൊ ഞാൻ കണ്ടപ്പം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയാണ്, CS50 സിയില് നമ്മളിപ്പോ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സി കുറച്ച് പഠിച്ചിട്ടുള്ളതാണ്. എനിക്കൊന്ന് നോട്ട് ഇൻ എഞ്ചിനീയറിംഗ് കോളേജ് ലൈക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് സി പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഐ സ്റ്റഡീഡ് അങ്ങനെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ആക്ച്വലി. സോ അവിടെയൊക്കെ ഇപ്പൊ നമ്മൾ സി പഠിക്കുമ്പം ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് ലോട്ട് ഓഫ് തിങ്സ് ആക്ച്വലി. നമുക്ക് ഇറങ്ങേണ്ടതില്ലാത്ത കൺസെപ്റ്റ്സ് ആക്ച്വലി ദേ ഗീവ് യു ആക്ച്വലി, എന്താ പറയാ, ഒരു വീൽ പോലെ, എക്സ്ട്രാ ഹെൽപ്പിംഗ് വീൽ പോലെ. ദേ ആക്ച്വലി ഗീവ് യു എന്താ തേർഡ് വീൽ. നമ്മുടെ സൈക്കിളിന് 2 വീലുള്ള സൈക്കിൾ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു എക്സ്ട്രാ 2 വീൽ ഉണ്ടല്ലോ, അതേപോലെ കുറച്ച് നമ്മൾ വീഴാതിരിക്കാനുള്ളത് പോലെ build libraries for you to make code easier, especially in the starting phase when you're struggling with just printing out hello world. Yeah, that's how. ഒരു CS50 ലൈബ്രറിയിലെ ഹെൽപ്പിംഗ് ഒരു ഫംഗ്ഷൻ പറഞ്ഞു, ഒരു ലൈബ്രറി പറഞ്ഞു കൊടുക്കും. So CS50 builds their own library called CS50 Head, and it gives you a data type called string, which is helpful for storing long text, and this is not provided by C by default. And if you need to do it in C, you got to write your own code on that, and that can be difficult for beginners. So it is a very helpful way. അവർ ഭയങ്കരമായിട്ട് ഒരു എഡ്യൂക്കേഷണൽ ലെവലില് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്ത്, നമുക്കിപ്പോ ഒരു സി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും വീണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ചാർ വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഡിസ്പ്ലേ നമുക്കൊരു ടെക്സ്റ്റ് കാണിക്കാൻ പറ്റൂ, പ്രിന്റ് ചെയ്യാൻ പറ്റൂ. സോ വാട്ട് ദേ ഡസ് ഈസ് ആക്ച്വലി അങ്ങനെ വേണ്ട, അതൊരു സ്ട്രിങ്. ദേ ആക്ച്വലി ബിൽഡ് സംതിങ് ഇൻ ദ ബിഹൈൻഡ് ദ സീൻ, എന്നിട്ട് നമുക്ക് എളുപ്പമാക്കി തരാണ്. എന്നിട്ട് സ്ലോലി ഈ എക്സ്ട്രാ വീൽ ഉണ്ടല്ലോ അവർ ഊരി ഇങ്ങ് മാറ്റും. നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് സൈക്കിൾ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മുടെ വീല് പണ്ടുണ്ടായിരുന്നു, മാറ്റിയെന്നൊന്നും അറിയത്തില്ല. ഇറ്റ് ഈസ് വെരി കൂൾ വേ ഓഫ് നമ്മൾ ട്രാൻസിഷൻ ചെയ്തിട്ട് ഒരു നല്ല പ്രോഗ്രാമർ ആക്കാനുള്ള വളരെ കൂൾ വേ ആണ്. ഓക്കെ, then there is a project. പ്രൊജക്റ്റിലേക്ക് പോകും. So in അതിന്റെ കൂടെ ഷോർട്സ് എന്താണെന്നും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം പ്രൊജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ്. You got, let's see, six shorts in for week 1, and these are optional. Shorts കാണുന്നത് optional. You don't need to actually എന്താ പറയാ, പക്ഷേ you can learn things like data type എന്താണ്, operations എന്താണ്, in much more detail. Yes. So data types. Data types like that's another video. What is his name actually? I forgot. Glide. Okay. He's actually a teaching assistant. He's a wonderful guy. So Another thing that's kind of 2 bits worth of information. So it gives you like in depth on what's an int, and so it goes on actually again. Get into the depth of actually data. Shorts is an optional thing. നമുക്ക് വേണമെങ്കിൽ എടുക്കാം കുറച്ചും കൂടി ഡെപ്തിൽ പോകണമെങ്കിൽ.
again comes to actually the Problem sets. problem set. Yeah. For problem sets, you got a basic Hello World problem set, and other than that, you got the Mario one, in which you make pyramids that are similar to the Mario game, however with hashes instead of the bricks. So this is how it looks like. And for learners who are feeling more comfortable, then what you can do is you can take an advanced problem set, that is like creating two pyramids, light to light to left to right. കുറച്ചും കൂടെ ബിഗിനറിൽ തന്നെ കുറച്ച് കംഫർട്ടായി തോന്നുന്നവർക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് വെച്ചെടുക്കാം ആക്ച്വലി. Yes. From week 0, week 1. പിന്നെ നമ്മൾ എങ്ങോട്ടാ week 2 വീണ്ടും എങ്ങോട്ടാ പോകുന്നത്? Arrays, and it's called arrays, and you just learn on the compiling side along with the command line arguments and more in depth to string. ഓക്കെ, സോ അവിടെയാണ് പിന്നെ നമ്മുടെ എക്സ്ട്രാ വീൽസ് ഗാർഡ് റെയിൽസ് മാറുന്നത്. അവിടെയാണ് എക്സ്ട്രാ വീൽസ് മാറിയിട്ട് അഗൈൻ ഇത് സീലായിരിക്കും എനിക്ക് തോന്നുന്നു. week 2 ഈവൻ week 3, week 4, week 5 വരെ സീലായിരിക്കും അല്ലേ? week 3 അപ്പൊ എന്തൊക്കെയാ വരുന്നത്? Week 3 you go to the algorithms along with notations such as along with the bigger notations. അപ്പം അവിടെയും ഇതേപോലെ തന്നെ വീഡിയോ ഉണ്ടാവും, ഒരു പ്രോബ്ലം സെറ്റ് ഉണ്ടാവും അല്ലേ? Yes. അപ്പം അൽഗോരിതത്തിൽ എന്തൊക്കെയായിരിക്കും ബേസിക്കലി എന്തൊക്കെയാണ് ഒരാൾ പഠിക്കുക? Okay, in algorithms you go through like bubble sort, all the different types of you can sort data along with searching tools such as binary search along with linear search. So that's what week 3 offers us. ഇതൊക്കെ ഒരു അൽഗോരിതം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ CS-ന്റെ എന്താ പറയാ കോർ കോൺസെപ്റ്റ്സ്, അത് ഫണ്ടമെന്റൽ അൽഗോരിതംസ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട് ഈ week 3-ൽ ആക്ച്വലി. സോ ഇറ്റ്സ് എ വെരി ഫണ്ടമെന്റൽ, അതുകൊണ്ടാണ് ഇതൊരു വെരി ഫണ്ടമെന്റൽ കോഴ്സ് ആണെന്ന് പറയുന്നത്. ഈവൻ ഒരു തിങ്കിങ് പ്രോസസ്സിനെ പോലും ഹെൽപ്ഫുൾ ആവുന്നതാണ് ആക്ച്വലി. പിന്നീട് ഒരു പ്രത്യേകിച്ചും അടുത്തൊരു week 4-ൽ എനിക്ക് തോന്നുന്നു മെമ്മറിയാണ്. മെമ്മറി എന്ന് പറയുന്നതാണ്. അപ്പം എസ്പെഷ്യലി സിയിൽ മെമ്മറി എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് വളരെ രസകരമല്ല, വളരെ കൺപൈൻഡ് ആണ്. അതായത് you got to clear after using the memory, you got to clear it or let go of it. So you learn about allocating memory and you start to leverage that. അപ്പം നമ്മളിപ്പോ ഏത് ഹയർ ലെവൽ ലാംഗ്വേജിലേക്ക് പോയി പഠിക്കുമ്പോഴും നമ്മൾ ഡയറക്റ്റ് ഒരു ഹയർ ലെവൽ ലാംഗ്വേജിലേക്ക് ജസ്റ്റ് ചാടി പൈതണിൽ തുടങ്ങുന്നതിനപ്പുറം ഹൗ ഗുഡ് ഈസ് ആക്ച്വലി സ്റ്റാർട്ടിങ് വിത്ത് സി ദെൻ മൂവിങ് ടു പൈതൺ? എന്താ ഈസാൻ അങ്ങനെ ഡിഫറൻസ് തോന്നുന്നത്? കാരണം ഈസാൻ ഇപ്പം ഒരു മൾട്ടിപ്പിൾ ഹയർ ലെവൽ ലാംഗ്വേജസ് അറിയാവുന്ന ആളാണ്, യുവർ വർക്ക് ആസ് എ ഡെവലപ്പർ. സോ ആ ഈസാനെ സംബന്ധിച്ച് ഹൗ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ആക്ച്വലി യു ലേൺ സി. ഇപ്പോഴും ഈസാന്റെ ഒരു സി എന്ന് പറയുന്നത് എങ്ങനെ ഈസാനെ ഹെൽപ്പ് ചെയ്യണം ഈ ഒരു ലേണിംഗ്? See, even if you like to explore other languages, etc., having a low-level foundation is crucial since it gives you the basic idea on what all syntaxes are. You can just kind of infer from another programming language that you don't know what is it meant to be, and that's kind of some advantages that you get if you know on low-level programming languages, especially when you code in Python. For example, in C, you got to declare what type of variable it is, like int or char. While on the other hand, in Python, it's automatically you don't need to specify it. But when you learn C and then jumped into Python, so you get that idea what is happening behind the scene, right? Yes. Yeah, so Python make it very easy, but actually knowing C, you know things how it works and all that will help you when actually you develop in a higher level language. Okay, so even actually again it week 5 there was a like interesting problem set in which you recovered a problem set ആണ്. Yeah, for week 4. Yeah, you recovered deleted files. You can show it also. Yeah ഒരു ഫയൽ ഡിലീറ്റ് ആയി പോയ ഫയൽ, how to recover it actually using a programming language. So this is actually what എന്താ പറയാ ഒരു പ്രോബ്ലം സെറ്റ് ഉള്ളത്. ഇങ്ങനെ രസകരമായ പ്രോബ്ലം സെറ്റ് ആണ് ഓരോ വീക്കിലുള്ളത്. എനിക്ക് തോന്നിയത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ദ ഡിഫിക്കൽറ്റി വിത്ത് വിച്ച് എ പ്രോബ്ലം സെറ്റ് സോൾവ് ചെയ്യുന്നത് ഓരോ വീക്ക് കൂടുന്തോറും ഇറ്റ് സംവാട്ട് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. സോ യു നീഡ് ടു ആക്ച്വലി നോ ലോട്ട് ഓഫ് തിങ്സ് ടു സോൾവ് തിങ്സ്. അപ്പൊ ഇത് നമ്മൾ ഡിമാൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ലെക്ചർ കേൾക്കുന്നതിനപ്പുറം ഒരു ലെക്ചർ കേട്ടിട്ട് അടുത്തൊരു ദിവസം ഇരുന്നിട്ട് ഒരു പ്രോബ്ലം സെറ്റ് തീർക്കാന്നുള്ള രീതി അല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം സെറ്റുമായിട്ട് ഞങ്ങൾ മേ ബി 2 weeks അല്ലെങ്കിൽ എന്താ പറയാ 4 weeks, സംടൈംസ് ആക്ച്വലി
വി ഗോ ഫോർ 2 months വരെ എടുത്ത് Oh, yeah. സോൾവ് ചെയ്ത പ്രോബ്ലം സെറ്റ് ഉണ്ട്. അപ്പൊ 2 months ഒരു പ്രോബ്ലം സെറ്റിൽ വർക്ക് ചെയ്ത് സോൾവ് ചെയ്യുമ്പം യു ലേൺ ലോട്ട് തിങ്സ്. അപ്പം ഇവരിവിടെ വീക്ക് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഞങ്ങൾക്ക് പല പ്രോബ്ലം സെറ്റും സോൾവ് ചെയ്യാൻ ആക്ച്വലി ടുക്ക് മോർ ദാൻ എന്താ പറയാ 4 weeks അല്ലെങ്കിൽ 5 weeks എടുത്ത ഇതുണ്ട്. അപ്പം സോ ദാറ്റ്സ് ഓൾസോ ദർ. അപ്പൊ അതൊരു അപ്പൊ നിരാശപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നിന്നാൽ എന്ത് ചെയ്യും, there is a result, right? Yeah, and in week 5, you explore data structures along with creating or abstracting data types and stacks. Yeah, along with. So then we jump into Python, right? Yeah, in week 6, you jump into Python. Okay. And the problem set goes like you translate all the code you written in C along with to Python, along with some additional problem sets. സോ അപ്പൊ പൈതൺ നമുക്കൊരു 6th വീക്കിൽ പൈതൺ ഒരു ഹയർ ലെവൽ ലാംഗ്വേജിലേക്ക് വരികയാണ്. അപ്പൊ പൈതൺ വരുന്നു. പിന്നെ ഇപ്പം വീക്ക് 6 ഞങ്ങൾ പഠിച്ചപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പം നോക്കുമ്പം വീക്ക് 6.5 എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷൻ അവർക്കുണ്ട്. ദാറ്റ് ഈസ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ ദെൻ ദേ മൂവ് ഇൻ ടു ആക്ച്വലി കൊറി ലാംഗ്വേജ്, ഒരു SQL സീക്വൽ എന്ന് പറയുന്ന കൊറി ലാംഗ്വേജിലേക്ക് ദേ മൂവ് ഇൻ ടു. എല്ലായിടത്തും ഒരു പ്രോബ്ലം സെറ്റും കാണും. ദ വണ്ടർഫുൾ വീഡിയോസ് ദർ ആർ ആക്ച്വലി. അപ്പം ഐ തിങ്ക് ആക്ച്വലി ഈവൻ ഞങ്ങളിപ്പോ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഒരു സെഷൻ എടുത്ത് നോക്കിയപ്പം അതൊന്ന് പ്ലേ ചെയ്യും ആ ഏരിയ ആക്ച്വലി. I think somewhere it is there. Sure. about a lot of sorry. hallucinations. It made up some statement because it was probabilistically something that could be said, even if it's just not correct. Now, allow me to propose that this kind of problem is going to get less and less frequent. And so as the models evolve and our techniques evolve, this will be less of an issue. But I thought it would be something. Shel Silverstein is also actually one of my favorite writer for us actually. Giving Tree, he wrote actually the picture book called Living Tree. So years back he wrote this poem years back Perhaps, on, and this yeah, was you from can actually you can go into the week 6.5 and watch that actually. Yeah, so this is actually it also teaches, CS50 also teaches about actually the pitfalls എവിടൊക്കെയാണ് എന്താ പറയാ where AI or where actually programming goes, actually programming പോലും actually goes out of the way, അല്ലെങ്കിൽ where ethics matters. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആക്ച്വലി ലേണിംഗ് ഒരു കോഡിങ് പഠിക്കുന്ന കോഴ്സ് അല്ല, മറിച്ച് ആക്ച്വലി Problem solving. yeah, it's about problem solving. It's about actually understanding where the limits are, where the issues are. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. Then it moves into actually additionally into Flask, building websites, etc. HTML CSS അതിന്റെ ഇടയിൽ പഠിക്കുന്നുണ്ട് week 8 പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട് പൈതന്റെ മുകളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്. So then it stops with the week 10 cyber security. So these are very wonderful lectures and wonderful course. അപ്പൊ ഇതിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ there will be difficult days. So there are difficult days like actually നിങ്ങൾക്ക് പല പ്രോബ്ലം സെറ്റും സോൾവ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കാം. So there are a lot of Facebook groups, there are Reddit group. So CS50 തന്നെ ഒഫീഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്. there people are very helpful, people support each other. ഞങ്ങൾക്ക് വല്ലാണ്ട് ആ സമയത്ത് ഞങ്ങൾ അത്ര അവെയർ അല്ലായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഈവൻ സ്ലാക്ക് വരെ ഉണ്ട്. അപ്പൊ സോ ദീസ് ആർ ദ തിങ്സ് ദെയർ ആക്ച്വലി. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളും ആളുകളും ഒക്കെയാണ്. സോ ദിസ് എ വെരി വണ്ടർഫുൾ തിങ്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പം നിങ്ങളുടെ ഓരോ വീക്കിലെ നിങ്ങളുടെ ഒരു സ്കോർ കാർഡ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാം. ജസ്റ്റ് ആക്ച്വലി ഷെയർ ഇതിപ്പോ ഈസ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ ഈസാന്റെ സ്കോർ കാർഡ് ഇങ്ങനെ ഇരിക്കും ഓരോന്ന് കഴിയുമ്പോൾ. ഇത് CS50 പൈതന്റെ ആണ്, വേറൊരു കോഴ്സിന്റെ ആണ്. മറ്റേ നോക്കിയിട്ടൊന്നും കിട്ടാതെ വന്നു. അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീക്ക് 0 ഇതേപോലെ സെയിം സ്റ്റൈലിലാണ് ആക്ച്വലി CS50X ഉണ്ടാവുക. ഓരോ വീക്കിലും ഇത്രയും ഇത് ഉണ്ടാവൂല, ഇത്രയും പ്രോബ്ലം സെറ്റ് ഉണ്ടാവൂല. ഇതിൽ കുറെ എക്സ്ട്രാ പ്രോബ്ലം സെറ്റ്സ് ഉണ്ടല്ലേ. മറ്റേ നമ്മൾ 2 പ്രോബ്ലം സെറ്റ്സ് 1 പ്രോബ്ലം സെറ്റ് അല്ലെങ്കിൽ 2 പ്രോബ്ലം സെറ്റ് ഉണ്ടാവും. ഇതിൽ 5 പ്രോബ്ലം സെറ്റ് ഉണ്ടാവും. ഇതൊരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കോഴ്സ് ആണ്. സോ that's all about actually CS50. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? No, kind of. Happy learning. Yeah, happy learning. Happy learning. Take CS50. It's a good course. You can learn a lot of things from CS50. It's a good experience. That's we say. Yeah. And bye. Bye.